ഹലോ, അപ്പോൾ ഇന്ന് വീണ്ടും ചെറിയൊരു മിനി വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ വീടിന് മുന്നിൽ ഇതാ ഇതുപോലെ പാടാണ്. അപ്പോൾ ഈ പാടത്തേക്ക് ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഇറങ്ങാറുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് അവിടെ കാണാനിട്ടാ. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതാ അവിടെ പുളിയൊക്കെ വീണ് നടക്കുന്നുണ്ട്. അപ്പോൾ ജിഷ്മോ അതാ പുളിയൊക്കെ പെറുക്കി കൊടുന്നു. ഒന്ന് തിന്ന് നോക്കിയപ്പോൾ ഭയങ്കര പുളി. അപ്പോൾ വേഗം അവനക്കൊരു കൊടുത്തിട്ടാ. അതിൻ്റെ ഇടയിൽ ഇതാ അങ്ങനത്തെ ചെറിയ പൂവുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അത് അവിടെ അപ്പുറത്ത് ചക്കരമത്തയുടെ കൃഷി നടക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ ഒന്ന് പോയി കാണാമെന്ന്. അപ്പോൾ വിളവെടുപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചേരം നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങനെ പോരുന്ന വയ്ക്കാത്തടാ ഒരു പാമ്പ്, അതും എവിടെ, മരത്തിൻ്റെ മുകളിൽ. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാമ്പല്ല ചേരയാണ്. അപ്പോൾ അത് മക്കളിങ്ങനെ കണ്ടതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ ആ പാടത്ത് നിന്നില്ല കേട്ടോ, വേഗം തിരിച്ച് പെരേക്കൊന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ റീൽ നോക്കി കിടക്കണേൻ്റെ അവിടെ കൊഴുക്കട്ട ഉണ്ടാക്കണം. എനിക്കാണെങ്കിൽ എന്തെങ്കിലും കണ്ട് അപ്പം ഉണ്ടാക്കി തന്നു. അങ്ങനത്തെ ഒരു സൂക്കേടുള്ള ആളാണ് ഞാൻ. എന്നെപ്പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കി. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നി ഇതൊന്ന് വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. പിന്നെ കാണാൻ വലിയ കുമ്പൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു കൊഴുക്കട്ട ഉണ്ടാക്കാൻ കേട്ടോ. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ കുറച്ച് ഇടങ്ങേറായി. പക്ഷെ പകുതിക്കിട്ട് നിർത്തി പോരാൻ പറ്റില്ലല്ലോ, ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ. പിന്നെ ഒരു പൂതിയും, അതുകൊണ്ട് അങ്ങനെ കണ്ട് മുഴുമിപ്പിച്ച്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് തിന്ന് നോക്കിയപ്പോഴാടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഷേപ്പൊന്നും നോക്കണ്ട, ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ കുറച്ച് മെനക്കെട്ടാൽ നമ്മൾ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചു നോക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.